ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലത്തെ ചിക്കനൊക്കെ കാണിച്ച് കണ്ടാണല്ലേ. അപ്പോൾ നമ്മൾ ചിക്കൻ കടായൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾക്ക് നോൺ വെജ് ഉള്ള ദിവസമാണ്. അപ്പം ഞാൻ ചിക്കൻ കടായും പിന്നെ ഇങ്ങനെ മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് മന്തിയിൽ അധികം ചിക്കൻ ചേർക്കാതെ ഇങ്ങനെ കടായി ആക്കിയാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുത്തേക്കേണ്ടത്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാക്കണം ഉള്ളിയൊക്കെ വാട്ടാൻ വെച്ചിട്ട് അങ്ങനെ ഉള്ളിലേക്ക് വാടി വരുമ്പോൾ ഞാൻ ഇതാക്കണേ തക്കാളി പേസ്റ്റ് ചെയ്ത് കണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിക്കാം കേട്ടോ. തക്കാളി കട്ട് ചെയ്ത് കണ്ട് ഇടുന്നതിന് പകരം ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്തിക്കാണ് കേട്ടോ. അപ്പോൾ അതവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ കഴിഞ്ഞാണ്ട് ഞാൻ ചിക്കനും ഇതൊക്കെ ഇട്ടു കേട്ടോ. ഞാൻ തന്നെ ഷൂട്ട് ചെയ്യണം. അതും വീട്ടിൽ ആ ടൈം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. എല്ലാ കുട്ടികളും സ്കൂൾക്ക് പോകേണ്ട ടൈമല്ലേ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഇതാക്കണേ ഞാൻ കുട്ടികളൊക്കെ പോയിട്ടോ. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് മത്തൻ കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാക്കണം മത്തനൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്ത് കണ്ട് കഴുകാനൊക്കെ പോവട്ടെ. അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് കഴുകിയാണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കിച്ചണിൽ ആരും ഇല്ലാത്ത നേരം നോക്കിയാണ്ട് വല്ല കുപ്പിയും ഇതിമൊക്കെ ഇങ്ങനെ ഫോൺ വെച്ച് കണ്ട് ഷൂട്ടാക്കാണ് കേട്ടോ. എൻ്റെ അടുത്ത് ട്രൈപോഡ് ഉണ്ട്, പക്ഷെ അവിടെ എൻ്റെ വീട്ടിലായിരുന്നു, ഹസ്ബൻഡ് വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് അപ്പോൾ ഇങ്ങനെ ചെയ്താലും എനിക്ക് തന്നെ ചടപ്പുണ്ട് കേട്ടോ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ മറ്റോലൊക്കെ വേറെ റൂമിലും അവിടെ ക്ലീൻ ആക്കുന്ന പണിയിലൊക്കെ ആയപ്പോൾ ഞാൻ വല്ല ഇങ്ങനെ ഷൂട്ട് ചെയ്താണ് കേട്ടോ. അവിടെ ഇരുന്നാണ്ട് കട്ട് ചെയ്യുന്ന ഒരു കുപ്പിയമ്മ ഫോൺ വെച്ചിക്കാണ്ട് അങ്ങനെ ഷൂട്ടാക്കിയതാണ് കേട്ടോ. അപ്പം അങ്ങനെ മത്തനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുക്കറൊക്കെ എടുത്ത് കൊണ്ടുവരാണ് കേട്ടോ. കുക്കറൊക്കെ ഇട്ട് കണ്ട് റെഡിയാക്കാൻ വേണ്ടി കണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാമറ റെഡി അല്ലേ, ക്ലിയർ ഇല്ലേ, കിട്ടുന്നുണ്ട് എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കറക്റ്റ് വീഡിയോ ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. കിച്ചണിൽ ലൈറ്റിൻ്റെയും പ്രശ്നം കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മത്തൻ കറിക്ക് ഉപ്പിട്ട് വെള്ളം പറഞ്ഞ് മുളക് ഞാൻ അതിലേക്ക് ഇട്ടിട്ടില്ല തോന്നുന്നുണ്ട്. ഞാൻ തേങ്ങ അരക്കുമല്ലോ, തേങ്ങ അരക്കണ്ടിയൊക്കെ ചേർത്തിക്കാണ്. അപ്പോൾ സിമ്പിളാണ് കേട്ടോ. ഇതാകുമ്പോൾ പിന്നെ നമുക്ക് തോലും കൂടി കളയണ്ട, സിമ്പിളായി കണ്ട് കട്ട് ചെയ്തിടാം. നമ്മൾ ചോറൊക്കെ വേവുണ്ട് കേട്ടോ. ഇങ്ങനെ ഈ ടൈമൊക്കെ ആകുമ്പോൾ ഫുള്ള് അലമ്പയിക്കണ്ടേക്കാരം അടുക്കള സംഭവമൊക്കെ. കാരണം ഇത്രയും കുട്ടികളും പിന്നെ അത്രയും ആൾക്കാർക്കുള്ള ഫുഡ് ഉണ്ടാക്കലും അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾ പോയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര അലമ്പയിക്കും. ഇതൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ 1-2 വട്ടമൊക്കെ പാത്രമൊക്കെ മോറി കഴുകി വെച്ച് കണ്ടില്ല ആ സംഭവമാണ്. അത്രയും ഉണ്ടാവും കുറേ ആൾക്കാരുള്ളതല്ലേ. പിന്നെ തേങ്ങ ഞാനപ്പോൾ അന്ന് നേരത്തെ തന്നെ ചിരകി വെച്ചിരുന്നു കേട്ടോ. കുട്ടികൾ സ്കൂൾക്ക് പോകുന്ന മുമ്പ് ടൈം കിട്ടിയപ്പോഴാണ് തോന്നുന്നുണ്ട്. തേങ്ങയൊക്കെ ചിരകി വെച്ച് ഇതിലേക്ക് ചെറിയ ജീരകവും പിന്നെ നമ്മൾ വലിയുള്ളി അല്ല ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കണ്ട് നമ്മൾ മിക്സിയിൽ ഇങ്ങനെ കിറുക്കിറുക്കും പോരട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ച് കിട്ടണം. അങ്ങനെ അരച്ചിട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തീയൊക്കെ ഇങ്ങനെ ആളി കത്തിയപ്പോൾ അതും കൂടെ കാണിച്ചു തരുതിയാണ്ട് അവൻ ഷൂട്ടാക്കി. പിന്നെ മത്തനൊക്കെ സൂപ്പറായി വന്നത്. എനിക്കിങ്ങനെ പീസ് കിടക്കേണ്ട ഇഷ്ടമല്ല. അപ്പം ഞാൻ ഉടക്കും. എനിക്കിങ്ങനെ പച്ചക്കറിയൊക്കെ വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ഉടച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കറിൻ്റെ കൂടെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മൾ മേത്തേക്ക് എത്തുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉടച്ചിട്ട് ഇങ്ങനെ പാരലാണ് കേട്ടോ. പിന്നെ കറിയൊക്കെ കടുവറുത്ത് കേട്ടോ. കടുവറുത്ത് സെറ്റാക്കി പിന്നെ നമുക്ക് സൂപ്പറായിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ ഞാൻ കുറേ പാത്രങ്ങളൊക്കെ മോറി കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് എന്തൊക്കെയോ അത് ചെയ്തതിൻ്റെ പാത്രമൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ക്ലീനാക്കും. പിന്നെ കുറേ ഇളച്ചികളുണ്ടാവും. എല്ലാവരും അങ്ങനെ ക്ലീനാക്കി ഇങ്ങനെ കഴിയും കേട്ടോ. എല്ലാം കൂടെ ഒന്നും ഒരാളാവില്ല, എല്ലാവരും ചെയ്യും. അങ്ങനെ ക്ലീനാക്കി കഴിഞ്ഞേക്കണം. പിന്നെ നമ്മൾ ക്ലീനാക്കലും അടുപ്പിൻ്റെ അവിടെയൊക്കെ ക്ലീനാക്കി കേട്ടോ. എല്ലായിടത്തും ക്ലീനാക്കി കഴിഞ്ഞ് പിന്നെ കുളിയും സംഭവങ്ങളും ചോറുന്നലും എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്ക് കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് അത്ര ഇഷ്ടമല്ല ചോറ് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതേപോലെ പാൽവായൊക്കെ ഉണ്ടാക്കുകയാണ്. നല്ല ഒത്തൻറ്റിക് ടൈപ്പ് പാൽവായക്കൊന്നും പറയാൻ പറ്റൂല. എന്നാൽ എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ അണ്ടിപ്പരിപ്പ് മിൽക്ക് മെയ്ഡ് അത്രയേ ഉള്ളൂ ഇല്ലാത്ത കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് നെയ്യും ഇതൊക്കെ പറഞ്ഞു കണ്ട് ഞങ്ങൾ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ടൈമിലും ഇങ്ങനെ നല്ല ടേസ്റ്റിൽ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചാണ്ടൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല. പിന്നെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ കുട്ടികൾക്കൊരു ഇഷ്ടമാവുമല്ലോ നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ. അപ്പോൾ അതിനാണെങ്കിൽ പാൽവായ്ക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പാൽവായ്ക്ക ഉണ്ടാക്കിയതാണ്.
പിന്നെ ഇതാക്കണേ നമ്മളിവിടെ കുക്ക് ചെയ്യുമ്പോൾ ഇവിടെ അങ്ങനെ കോയിനൊക്കെ ഉണ്ടാണ് കോഴി ആ കൂടിൻ്റെ മേലെ കയറിയിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ടാക്കിയത് കേട്ടോ. ഇങ്ങനെ നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ മഴ പെയ്ത് തോർന്നിട്ട് മൂടി നിൽക്കുന്നൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇതാക്കണം നമ്മളെ പാൽവായ്ക്കൊക്കെ റെഡിയായി. കുട്ടികളൊക്കെ വന്ന് സ്കൂളിൽ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതാക്കണം ഇനൂനപ്പം എന്തോ ഞാൻ കോരി കൊടുക്കണം. ഓക്കെ എന്താ മദ്രസക്ക് പോകാണ്ട് ടൈമില്ല എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് കോരി കൊടുത്താണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. സോറി വീഡിയോ അല്ല ചാനലാട്ടോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. ഞാൻ കുറേ ഇങ്ങോട്ട് പറഞ്ഞില്ല. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, എന്ത് ചെയ്യാത്തേ. അപ്പോൾ ഓക്കെ ടാറ്റാ.